കോഴിക്കോട് മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കൈതപ്രത്തിന് ഒരു കോൾ വന്നു. കോളിന്റെ അപ്പുറത്ത് സംവിധായകൻ ഫാസിലായിരുന്നു. പുതിയ ചിത്രത്തിന് പാട്ടെഴുതണം, അതിനുവേണ്ടി ആലപ്പുഴയിലെത്തണം. അതായിരുന്നു ഫാസിൽ പറഞ്ഞത്. തന്റെ ആത്മാർത്ഥ സുഹൃത്തായ ഇ.സി. തോമസ് പറഞ്ഞിട്ടാണ് ഫാസിൽ കൈതപ്പുറത്തെ വിളിക്കുന്നത്. പിന്നീട് അദ്ദേഹം അറിഞ്ഞു. അങ്ങനെ കൈതപ്രം ആലപ്പുഴയിലെത്തി. അവിടെ വെച്ച് ഫാസിൽ സംഗീത സംവിധായകൻ ജെറി അമൽദേവിനെ കൈതപ്രത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. ജെറിയെ പരിചയപ്പെട്ടതും അദ്ദേഹത്തിന്റെ പ്രത്യേകതയും കൈതപ്രം ഇപ്പോഴും ഓർക്കുന്നു. ജെറി മാഷിന് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ഒറ്റയടിക്ക് പാട്ട് എടുക്കില്ല. ഒരു ദിവസം മുഴുവൻ ഞങ്ങൾ സംസാരിച്ചിരുന്നു. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അന്ന് ട്യൂണിട്ട് എഴുതാനൊന്നും എനിക്കറിയില്ല. എന്നാൽ മാഷ് കൂളായിട്ട് അത് കൈകാര്യം ചെയ്തു. കോളേജ് പാട്ടുകാരന് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് പാടാൻ പറ്റുന്ന പാട്ടായിരിക്കണം. അതിൽ കുടുംബ ബന്ധങ്ങളുണ്ടാകണം. പാട്ടിന്റെ സിറ്റുവേഷൻ ഫാസിൽ പറഞ്ഞു കൊടുത്തു. ഒരു ഹിന്ദി പാട്ടിന്റെ ട്യൂൺ മൂളിക്കൊടുത്ത് ജെറി അമൽദേവ് കൈതപ്പുറത്തോട് പറഞ്ഞു, ഇതുപോലെ ആയാൽ കൊള്ളാമല്ലോ എന്ന്. കടുത്ത മൂകാംബിക ഭക്തനായിരുന്ന കൈതപ്പുറത്തിന് സരസ്വതി മണ്ഡപത്തിന് അടുത്തുള്ള ദേവ ഉപകരണമായ ദുന്ദുമി മനസ്സിലേക്ക് വന്നു. ആ വാക്ക് വെച്ച് കൈതപ്രം പാട്ടെഴുതി. എന്നെന്നും കണ്ണേട്ടൻ എന്ന ചിത്രത്തിലെ ദേവ ദുന്ദുമി സാന്ദ്രലയം എന്ന ഗാനമായിരുന്നു അത്. അതിനെക്കുറിച്ച് കൈതപ്രം പറഞ്ഞു, മലയാളത്തിലാരും അതുവരെ ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ട്യൂൺ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. ആ ട്യൂണിന് ഈ വാക്ക് ശരിയാണെന്ന് തോന്നി. പല്ലവി എഴുതി കാണിച്ചു. മാഷിനും ഫാസിലിനും വരികൾ ഏറെ ഇഷ്ടമായി. അന്നു രാത്രി തന്നെ ആ പാട്ടിന്റെ ബാക്കിയും എഴുതി തീർത്തു. കൈതപ്രം എന്ന സംഗീത പ്രേമികളുടെ പ്രിയ എഴുത്തുകാരൻ അവിടെ ജനിക്കുകയായിരുന്നു. മദ്രാസിൽ തരംഗണിയുടെ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് പാട്ടിന്റെ റെക്കോർഡിംഗ്. കെ.ജെ. യേശുദാസ് ആണ് ചിത്രത്തിനു വേണ്ടി പാടിയത്.